വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നല്ല വെയിലാണ്. വി ആർ അറ്റ് ബാങ്ക്സ്യൂ ജംഗ്ഷൻ. ഇത് ആക്ച്വലി ഒരു ത്രിഫ്റ്റ് സ്റ്റോറാണ്. യെസ്റ്റർഡേ ചാട്ടുചാക്ക് മാർക്കറ്റ് പോയില്ലേ, അതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റായിട്ട് വരുന്നൊരു ബിൽഡിംഗ് ആണത്. സോ ലെറ്റ്സ് സീ. ഇവിടെ മെയിനായിട്ട് 3 കാറ്റഗറീസ് ആണ് ഉള്ളത്. 1 ത്രിഫ്റ്റഡ്, 2 അപ്സൈക്കിൾഡ് പ്രോഡക്ട്സ്, 3 ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ത്രിഫ്റ്റിംഗ്. അവിടെ ത്രിഫ്റ്റഡ് ക്ലോത്ത്സ് കൂടാതെ ബാഗ്സും ഫുഡ് വെയർസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല വെറൈറ്റീസ് ഓഫ് ബാഗ്സ് ആൻഡ് ഫുഡ് വെയർസ് കളക്ഷൻ ഉണ്ട്. ഇതിൽ തന്നെ നല്ല ഇൻ്റർനാഷണലും ലോക്കൽ ബ്രാൻഡ്സും ഉണ്ട്. നെക്സ്റ്റ് ഞങ്ങൾ ഫുള്ളി ഹാൻഡ് മെയ്ഡ് ക്രോഷ്യ പ്രോഡക്ട്സ് സെൽ ചെയ്യുന്നൊരു സ്റ്റോറിലോട്ടാണ് പോയത്. അവിടെ ക്യൂട്ടായിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു സ്കാർഫ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അത് ഞാൻ ഒന്ന് പർച്ചേസ് ചെയ്തു. So these are upcycled products. ഇതൊക്കെ ഓൾഡ് ടെക്സ്റ്റൈൽസ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുന്ന ഓരോ പ്രോഡക്റ്റ്സ് ആണ്. ഇവിടെയും ക്ലോത്ത്സ് കൂടാതെ ബാഗ്സും ഫുഡ് വെയർസും ഉണ്ട്. സോ ഈ ബാഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതും ഒരു അപ്സൈക്കിൾഡ് പ്രോഡക്റ്റ് ആണ്. നെക്സ്റ്റ് ഞങ്ങൾ അവിടെ തന്നെ ടോപ്പ് ഫ്ലോറിലുള്ള ഒരു ഫുഡ് കോർട്ടിലോട്ടാണ് പോയത്. ഒരുപാട് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഏത് ചൂസ് ചെയ്യണമെന്ന്. അവരെല്ലാ ഡിഷസിലും ഒരുപാട് ഡിഫറെൻറ്റ് സോസസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഞങ്ങൾ 4 ഡിഷസാണ് പറഞ്ഞത്. ടെമ്പൂര, പോർക്ക് വിത്ത് റൈസ്, പിന്നെ മസൽസ് വിത്ത് റൈസ്, പിന്നെ ലാസ്റ്റ് ഒരു സ്ക്വിഡ് പ്ലസ് പ്രോൺസ് വിത്ത് റൈസ്. സോ ടെമ്പുര ഈസ് ഓൾവേസ് മൈ ഫേവറേറ്റ് ഡിഷ്. സോ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് ഇറ്റ്സ് വെരി ടേസ്റ്റി ഓൾസോ. പിന്നെ ഞങ്ങളൊരു ബോബ ഷേക്ക് ഓർഡർ ചെയ്തു. ആൻഡ് ദ പാക്കേജിങ് വാസ് റിയലി ക്യൂട്ട്. നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പോസിറ്റുള്ള ചാട്ടുചാക്ക് മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. ഇന്ന് വേറൊരു എൻട്രൻസ് വഴിയാണ് കയറിയത്. അവിടെ കംപ്ലീറ്റ്ലി സെക്കൻഡ് ഹാൻഡ് ബുക്സ് ആണ്. ഇതൊരു ക്രോക്സ് ടൈപ്പ് ബാഗ്സ് സെൽ ചെയ്യുന്ന ഒരു സ്റ്റോറാണ്. സോ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാൻ. അപ്പോൾ ഞാനൊരു ബാഗ് ചൂസ് ചെയ്തിട്ട് കുറച്ച് ചാംസ് ഒക്കെ എടുത്തു. ഈ ഒരു മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഓരോ ഡിവിഷനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് ഞങ്ങൾ പോയതൊരു കംപ്ലീറ്റ്ലി വിൻറ്റേജ് പ്രോഡക്ട്സ് സെൽ ചെയ്യുന്ന ഒരു ഏരിയയിലോട്ടാണ്. ഈ ഒരു സ്റ്റോറിൽ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള എംബ്രോയിഡറീസ് ചെയ്തിട്ടുള്ള ഡ്രസ്സസ് ആണ് മെയിനായിട്ടുള്ളത്. നല്ല ഭംഗിയായിരുന്നു. നല്ല പീറ്റർ പാൻ കോളേഴ്സ് ഒക്കെ ഉള്ള ടോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന് നല്ല റേറ്റും ഉണ്ടായിരുന്നു. എനിക്ക് ഒന്ന് 800 ബാട്ട് ആ ഒരു റേഞ്ച് ആയിരുന്നു വന്നത്. അതൊരു ഏകദേശം ഒരു 1800 റേഞ്ച് വരും. നെക്സ്റ്റ് ഞങ്ങൾ അവിടുത്തെ തന്നെ ഫേമസ് ആയിട്ടുള്ള ജോട്ട് ഫെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നൈറ്റ് മാർക്കറ്റിലോട്ടാണ് പോയത്. ഇതൊരു ഫുഡ് പ്ലസ് ഷോപ്പിംഗ് ആണ്. നിങ്ങൾ തായ്ലാൻഡ് വിസിറ്റ് ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ട് ഒരു ഫുഡ് മാർക്കറ്റ് വിസിറ്റ് ചെയ്യണം. സോ നിങ്ങൾക്ക് ഒരു പ്ലേസിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ്സും ട്രൈ ചെയ്യാൻ പറ്റും. ഞങ്ങൾ വിസിറ്റ് ചെയ്തത് ജോട്ട് ഫെയർ ആണ്. ഇതല്ലാതെ തന്നെ ഒരുപാട് ഫുഡ് മാർക്കറ്റ്സ് ബാങ്കോക്കിൽ തന്നെ ഉണ്ട്. സോ ഞാൻ ഫസ്റ്റ് തന്നെ സൂഷിയാണ് ട്രൈ ചെയ്തത്. ഇതിൽ മഞ്ഞ പോലെ തന്നെ എൻ്റെ കണ്ണും മഞ്ഞളിച്ചിരിക്കുമായിരുന്നു. ബിക്കോസ് സൂഷി ഈസ് മൈ ഫേവറേറ്റ് ഡിഷ്. ഇവിടെ തന്നെ 50 വെറൈറ്റീസ് ഓഫ് സൂഷീസ് അവൈലബിൾ ആണ്. ഇതൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റിനാണ് നമുക്ക് കിട്ടുന്നത്. ലൈക്ക് 15 ബാട്ട്, 20 ബാട്ട്. നമുക്ക് ഓരോന്ന് വീതം സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു 3 വെറൈറ്റി സൂഷിയാണ് സെലക്ട് ചെയ്തത്.
നെക്സ്റ്റ് ഞങ്ങൾ ഈ ഒരു ഫുഡ് സ്റ്റോളിലോട്ടാണ് വന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ സൂഷി ട്രൈ ചെയ്തു. സൂഷി എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല, ബിക്കോസ് ആ റോ ഫിഷിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. റോ ആയിട്ടുകൊണ്ട് കുക്ക്ഡ് ആയിട്ടുള്ള സൂഷീസും ഉണ്ട്, പക്ഷേ എനിക്ക് റോ ഫിഷസ് ആണ് കൂടുതൽ ഇഷ്ടം. സോ അത് മൂന്നും ഞാൻ തന്നെയാണ് ട്രൈ ചെയ്തത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് തന്നെ ഓയിസ്റ്ററും പിന്നെ ഒരു പോർക്കിൻ്റെ സ്പൈസി തായ് പോർക്ക് ബോൺ സൂപ്പുമാണ് ട്രൈ ചെയ്തത്. അതിൻ്റെ സൂപ്പ് അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു, പക്ഷേ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ ഓയിസ്റ്റർ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തില്ല. ഓയിസ്റ്റർ ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു നല്ലൊരു ഓപ്ഷനാണ്. നെക്സ്റ്റ് ഞങ്ങൾ കുറച്ച് സ്ക്യൂവേഴ്സ് ആണ് ട്രൈ ചെയ്തത്. നമുക്ക് ഇവിടുന്ന് കുറച്ച് ഐറ്റംസ് സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഗ്രില്ല് ചെയ്യാൻ കൊടുക്കാം. ഞങ്ങൾ 3 സ്ക്യൂവേഴ്സാണ് ഓർഡർ ചെയ്തത്. മഷ്റൂം, പോർക്ക് ആൻഡ് ബ്രൊക്കോളി. അതിൽ മഷ്റൂം എനിക്കധികം ഇഷ്ടമായില്ല, അത് കുറച്ചുകൂടി ച്യൂയി ആയി തോന്നി. നെക്സ്റ്റ് ട്രൈ ചെയ്തത് ടക്കിയോക്കി ആണ്. ടക്കിയോക്കി മീൻസ് ഒക്ടോപ്പസ് ബോൾ. ഒക്ടോപ്പസ് ഫിൽ ചെയ്തിട്ടുള്ളൊരു ബോൾസ് ആണത്. ഈ ഒരു ഐറ്റം ഞാൻ വീഡിയോസൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അത്രയും ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചൊരു ഐറ്റം ആയിരുന്നു. ആൻഡ് they didn't disappoint me. They were really tasty. ഇവരുടെ ഫുഡ് മാത്രമല്ല, അത് പ്രിപ്പയർ ചെയ്യുന്നത് വരെ കാണാൻ നല്ല ഭംഗിയാണ്.